നമസ്കാരം. JDയുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാഭാരത കഥയുടെ അടുത്ത ഭാഗമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മഹാഭാരത പര്യടനം എന്ന ഈ ഭാഗം കേൾക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കദ്രുവിൻ്റെയും വിനതയുടെയും കഥയാണ് തുടരുന്നത്. വിനതയ്ക്ക് ശാപം കിട്ടിയ കഥ പറഞ്ഞു കഴിഞ്ഞല്ലോ. എങ്ങനെയാണ് വിനത കദ്രുവിൻ്റെ ദാസിയായത് എന്ന് നമുക്കിവിടെ കേൾക്കാം. ഒരിക്കൽ കദ്രുവും വിനതയും പാലാഴിയിൽ വെച്ച് ഉച്ചൈശ്രവസ് എന്ന കുതിരയെ കണ്ടു. അമൃതനായി പാലാഴി കടഞ്ഞപ്പോൾ പൊന്തി വന്ന കുതിരയാണ്. ആ കുതിരയെ ദേവേന്ദ്രൻ തൻ്റെ സ്വന്തമാക്കി. ആ കുതിരയെ ഒരിക്കൽ വിനതയും കദ്രുവും കണ്ടുമുട്ടി. പിന്നീട് അവർ ആ കുതിരയുടെ നിറത്തെക്കുറിച്ച് തർക്കമായി. വിനത പറഞ്ഞു, ഉച്ചൈശ്രവസിന്റെ നിറം വെളുപ്പാണ്, തൂവെള്ളയാണ്. എന്നാൽ കദ്രു പറഞ്ഞു, ഉച്ചൈശ്രവസിന്റെ വാല് കറുത്തിട്ടാണ്. അങ്ങനെ അവർ തമ്മിൽ തർക്കമായി. തർക്കത്തിൽ പന്തയം വെക്കുക എന്നതാണല്ലോ രീതി. അങ്ങനെ അവർ പന്തയം വെച്ചു. പന്തയത്തിലെ വ്യവസ്ഥ ഇപ്രകാരമായിരുന്നു: തോൽക്കുന്നയാൾ ജയിക്കുന്നയാളിന്റെ ദാസിയാകണം. അങ്ങനെ ഇവർ പിറ്റേന്ന് ഉച്ചൈശ്രവസിനെ കാണാനായി പോകാൻ തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ കദ്രു തൻ്റെ 1000 മക്കളെ, നാഗങ്ങളെ, സർപ്പങ്ങളെ വിളിച്ച് പറഞ്ഞു, അമ്മ ഇങ്ങനെ വിനതയുമായി പന്തയം വെച്ചിരിക്കുകയാണ്. ആ പന്തയത്തിൽ അമ്മ തോറ്റാൽ അമ്മ അവളുടെ ദാസിയായി പോകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് പോയി ഉച്ചൈശ്രവസിന്റെ വാലിൽ കടന്നുകൂടുക. അപ്പോൾ ആ വാല് കാണാൻ കറുപ്പായിരിക്കും. എന്നാൽ അമ്മ പറഞ്ഞിട്ടും ആ മക്കൾ അതിന് തയ്യാറായില്ല. സത്യം വിട്ട് പ്രവർത്തിക്കാൻ അവർ തയ്യാറായില്ല. നോക്കൂ, നമ്മൾ ഇന്ന് ആരെങ്കിലും പറയേണ്ട താമസം കള്ളം പറയാൻ തയ്യാറാകുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ആ മക്കൾ തയ്യാറായില്ല. കുപിതയായ കദ്രു ആ മക്കളെ ശപിക്കുന്നു. നിങ്ങളെല്ലാവരും ജനമേജയന്റെ സർപ്പസത്രത്തിൽ വെച്ച് അഗ്നിക്കിരയാകട്ടെ എന്നായിരുന്നു ആ ശാപം. എന്നാൽ ഈ ശാപം അറിഞ്ഞ ബ്രഹ്മാവ് സന്തോഷിക്കുകയാണുണ്ടായത്. കാരണം സർപ്പങ്ങൾ പൊതുവെ ഉപദ്രവകാരിയായ ജീവിയാണല്ലോ. വിഷമുള്ള ആ ജീവികൾ നശിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് അദ്ദേഹം അവരുടെ പിതാവായ ശൗനക മഹർഷിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏതായാലും രാത്രിയിൽ സർപ്പങ്ങൾ കൂടിയാലോചിക്കുന്നുണ്ട്. അമ്മയുടെ ശാപമാണ്, അത് ഫലിക്കാതിരിക്കുകയില്ല. അമ്മയ്ക്ക് ഹിതകരമായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഒരു വേള ആ ശാപത്തിൽ നിന്ന് മോചനം കിട്ടിയാലോ. എന്നാൽ നേരെ ഉച്ചൈശ്രവസിന്റെ അടുക്കൽ പോയി ആ വാലിൽ കയറിക്കൂടുക തന്നെ സർപ്പങ്ങൾ തീരുമാനിച്ചു. അവർ നേരെ ഉച്ചൈശ്രവസിന്റെ അടുക്കൽ എത്തി വാലിൽ കയറിക്കൂടി. പിറ്റേന്ന് രാവിലെ വിനതയും കദ്രുവും കുതിരയെ കാണാനെത്തി. നോക്കുമ്പോൾ കുതിരയുടെ ദേഹം മുഴുവൻ തൂവെള്ള നിറം, പക്ഷേ വാലോ കറുത്തിട്ട്. പോരെ, വിനത പന്തയത്തിൽ തോറ്റു. അങ്ങനെ കദ്രുവിന്റെ ദാസിയായി വിനത മാറി. അങ്ങനെ കദ്രുവിന്റെ ദാസ്യം വഹിച്ച് കദ്രു പറയുന്ന ഓരോ ജോലികളും നിർവഹിച്ച് ഒക്കെ വിനത കാലം പുലർത്തുമ്പോഴാണ് 500 വർഷം പൂർത്തിയായി, അതായത് മുഴുവനായി 1000 വർഷം പൂർത്തിയായി അടുത്ത മുട്ട പൊട്ടുന്നതും വളരെ വീര്യ ബലങ്ങളോടുകൂടിയ ആ പുത്രൻ പുറത്തു വരുന്നത്. ആ പുത്രനാണ് സാക്ഷാൽ ഗരുഡൻ. എങ്ങനെയാണ് വിനത ആ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത് എന്ന കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഈ കഥ കേൾക്കുന്നതിനും ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതിനും സംശയങ്ങൾ പറയുന്നതിനുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇതിൻ്റെ അടിയിൽ കമൻ്റായി രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.